കള്ളോ നിങ്ങളീ പറയുന്നത്? രാധികയുടെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടോ? നോക്ക്, നേരം വെളുത്തിട്ടില്ല. അകത്ത് ദേവൻ സുഖമില്ലാതെ കിടക്കുക. കണിമംഗലത്തിന്റെ പ്രതാപവും കാണിച്ച് ഇവിടെ വന്ന് ബഹളം വെച്ചാലുണ്ടല്ലോ. ബഹളം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? രാധികയോട് കണ്ണുരുട്ടാനും ബഹളം വെക്കാനും ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരും. അത് വെച്ച് എന്നോട് അനുസരിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ രാധികയെ കണ്ടിട്ടേ പോവും. മോനെ, രാധിക ഇവിടെ ഇല്ല. മുത്തശ്ശി പറഞ്ഞത് സത്യം. അമ്മേ, വലിയ വലിയ രഹസ്യങ്ങൾ മനസ്സിൽ ഒളിപ്പിക്കുന്നതിൽ പരസ്പരം മത്സരിച്ചവരാ നിങ്ങൾ രണ്ടുപേരും. അയാളെ എന്റെ കൺമുമ്പിൽ നിന്ന് മാറ്റി നിർത്തിയാ ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ഉണ്ടോന്ന്? ഒന്ന് പതുക്കെ മോനെ. വീണു പോയ ഒരു മനുഷ്യനകത്തുണ്ട്. ഉറക്കോ, ഉണർത്തരുത്. ആ, എങ്കില് രാധയെ വിളിക്ക്. അമ്മേ, രാധയെ കാണാതെ ഞാൻ തിരിച്ചു പോവില്ല. അവൾ ഇവിടുന്ന് പോയിന്ന് പറഞ്ഞത് സത്യ. അവളിപ്പോ ഫിദ മേഡത്തിന്റെ കൂടെയാണുള്ളത്. ഫിദ മേഡത്തിന്റെ കൂടെയാ? അതെ മോനെ. അവക്ക് യാതൊരു കുഴപ്പമില്ല. എന്നെ വിളിച്ചായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ലെന്നാ പറഞ്ഞത്. അവളെ തേടി മോനിനി ഇങ്ങോട്ട് വരരുത്. ഫിദ മേഡത്തിനൊപ്പം ഉണ്ടെങ്കിൽ അയാളെ ഞാൻ തേടി കണ്ടുപിടിച്ചിരിക്കും. പക്ഷേ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ കൂടി കള്ളമാണെങ്കിൽ ഞാൻ തിരിച്ചു വരും. അങ്ങനെ എനിക്ക് വരേണ്ടി വന്നു കഴിഞ്ഞാല് എന്നെ ഈ രീതിയിലായിരിക്കില്ല അമ്മ പിന്നെ കാണാൻ പോവാ. മുത്തശ്ശിയോടും കൂടാ ഞാൻ ഈ പറയുന്നത്. വരുൺ, മോനെ വരുണേ. എന്താ ശോതെ, മോൻ എന്താ ഈ നേരത്ത് വന്നത്? അമ്മയാണ് ഇവിടെ വേഷം കെട്ടിച്ച് എന്റെ മുമ്പിലേക്ക് വിടുന്നത്. വിട്ടാലെന്താ? നിന്റെ ഭാര്യയല്ലേ? ഭാര്യയോ? ഇവളോ? ഭാര്യ തന്നെ അല്ലെന്നേ. നിനക്ക് തെളിയിക്കാനൊന്നും പറ്റില്ലല്ലോ. എടാ മോനെ, പറന്നു പോയതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ കയ്യിലുള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കേ. വരുൺ, ഇത് തന്നെയാ നിന്റെ മുമ്പിലുള്ള മാർഗം. ഇവളെ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. അവളിവിടെ വിരുന്നു വന്നൊന്നുമല്ല, മരുമകളായിട്ട് വന്നതാ. എന്നാലേ ഇവിടെ സ്നേഹിക്കേണ്ടവർക്കൊക്കെ സ്നേഹിക്കാം. അതിലെനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷെ ആ സ്നേഹം പറഞ്ഞെങ്ങാനും എന്റെ മുമ്പിലേക്ക് അയച്ചു കഴിഞ്ഞാ ഇവളുടെ ജീവന് നിങ്ങൾ തന്നെ ഉത്തരം പറയേണ്ടി വരും. അയ്യോ, എന്റെ മുത്തപ്പ, ഇതെങ്ങനെ? യോ, അതുപോലെ തന്നെ. ജയന്തി, അതെന്താന്നറിയോ മാഡം, നാളൊരു സിനിമാ വാരിക വാങ്ങിച്ചപ്പോഴേ ഇതുപോലൊരാളെ ഞാൻ കണ്ടു. ആരാന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഗായിക ശ്യാമ മേഡം ആയിരിക്കും. ശ്യാമ മേഡം എന്നെ പോലെ തന്നെ ഇരിക്കുന്ന പറയാ. പറയുന്നതേ ഉള്ളൂ. അപ്പൊ മോള് നേരിട്ട് കണ്ടിട്ടില്ലേ? ഓ എന്റെ പൊന്നേ, ഇത്ര അടുത്ത് നിന്നിട്ടും ആ മുഖം ഒന്ന് കാണുന്നില്ലെന്ന് പറഞ്ഞ? അല്ല, ശ്യാമ മേഡത്തിന് ആർക്ക് വേണേലും കാണാലോ. ഞാൻ അങ്ങനെ പറഞ്ഞതാ.
എന്നാലും എന്റെ മേഡം, ഈ കൊച്ചിനെ കാണാൻ ഇപ്പൊ എന്തൊരു ഭംഗിയാ. ഹോ, തങ്കക്കുടം എന്ന് പറഞ്ഞാ പോരാ, താനേ തങ്കക്കുടം. ഞാനേ ഇതുപോലത്തെ ഒരു സാരി ടെക്സ്റ്റൈൽസിൽ പോയപ്പോ കണ്ടായിരുന്നു. അതെടുത്തു തരാമോ രാമേട്ടാന്ന് ചോദിച്ചപ്പോഴേ എന്റെ നേർക്കൊരു ചാട്ടം. ആ പിന്നെ അങ്ങേരെയും പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യില് കാശില്ലല്ലോ മോളെ. പിള്ളേര് രണ്ടും ഞാനോ നീയോന്നും പറഞ്ഞ് വളർന്നു വരുവാ. അവറ്റോളുടെ പഠിപ്പ്, മൂത്തോളുടെ കല്യാണക്കാര്യം. ആ അതിനിടയ്ക്ക് നമുക്ക് ഈ സാരിയൊക്കെ തന്നെ ധാരാളം. പിന്നെ ഉള്ള കാര്യം പറയണല്ലോ, രാമേട്ടൻ നല്ലൊരു ദൈവവിശ്വാസിയാ. എന്നും കിടക്കാൻ നേരത്തെ എന്നോട് പറയും, ജയന്തി നീ പേടിക്കണ്ട, നമ്മളെ നോക്കാനും നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി തരാനും ആരോ ഒരാൾ ഇവിടെ ഉണ്ടെന്ന്. ഇവിടെ എവിടെയൊക്കെയോ ഉണ്ടെന്നൊക്കെയാ പറയുന്നേ. രാമേട്ട അങ്ങനെ ആരുണ്ടാവാനെന്നൊക്കെ ഞാൻ ചോദിക്കും. പിന്നെ എനിക്ക് മനസ്സിലായി രാമേട്ടൻ മേഡത്തിനെ പറ്റിയാ പറയുന്നേന്ന്. ജയന്തി, അക്കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഓ, ഇപ്പൊ കുറച്ച് സമയം എനിക്ക് മോൾക്കൊന്ന് വിട്ടുതാ. ഞാൻ നിക്കുന്നില്ല മേഡം. പിന്നെ ദേ, ഞാൻ ഈ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു എന്ന് രാമേട്ടനോട് പറഞ്ഞേക്കല്ലേ. പിന്നെ ആ മനുഷ്യൻ ആകെ ഒരു വെപ്രാളവാ. വെപ്രാളം വന്നു കഴിഞ്ഞാ പിന്നെ നെഞ്ചത്തൊരു വേദനയാ. അത് കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു പേടിയാ. നന്നായിട്ടൊന്ന് മിന്നിയാ തീരാവുന്നതല്ലേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ആ മനുഷ്യൻ എന്തേലും പറ്റിപ്പോയാലേ എനിക്കും പിള്ളേർക്കും പിന്നെ ആരാ ഉള്ളത്? ജയന്തി ചെല്ല്. ഞാൻ പോവാണ് മേഡം.